നമ്മുടെ ബർദുബായ് റോള സ്ട്രീറ്റിൽ നല്ല കിഡിലം ബെഡ് സ്പേസ് കണ്ടല്ലോ. അത് മെസ്സ് ഫെസിലിറ്റിയിൽ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ബെഡ് സ്പേസ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കീ ഒക്കെ ഉണ്ട്. അത്രയും സേഫ്റ്റി കൊടുക്കുന്നതുകൊണ്ടാണ് കീ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ വാ. അപ്പോൾ നമ്മളിതിൻ്റെ കയറുമ്പോൾ തന്നെ നമുക്ക് ഹാള് കാണാം. നല്ല അടിപൊളി ഇൻറ്റീരിയറിലൊക്കെ ആയിട്ടുള്ള ഹാള്, ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമൊന്ന് പോയി നോക്കാം അല്ലേ. ഇതിവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം. ടോയ്ലറ്റിൽ ആളുണ്ട് തോന്നുന്നു. നമുക്ക് റൂമൊന്ന് പോയി നോക്കാം. ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ. നല്ല ഇൻറ്റീരിയറിലായിട്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ. ക്ലീനിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ റൂമുകൾക്ക് നല്ല കാണാം. ഇത് കബോർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ കബോർഡൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇനി നമുക്ക് കിച്ചൺ നോക്കിയൊക്കെ പോയിട്ട്. ഇതാണ് ഹാൾ കേട്ടോ. ഹാളിൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാളിൽ. പിന്നെ ഇവിടെ അയൺ ബോക്സ് ഇവിടെ വരുന്നത്, ഇവിടെ ഷൂ റാക്ക് ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. നമുക്ക് കിച്ചൺ പോയി നോക്കാം. കിച്ചനാണ് ഇത് കേട്ടോ. വിശാലമായ കിച്ചനാണ്. മെസ്സ് ഉണ്ട്. മെസ്സ് പുറത്തുനിന്ന് ആൾ വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് ഉണ്ടാക്കി തരികയാണ്. നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. അവിടെ ഒരു ഷൂ റാക്ക് ഇരിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഇതാ. ഇത് 10 kg വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഡ്രസ്സ് എത്ര വേണമെങ്കിലും അതിൽ ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അടുത്ത കാണേണ്ടതിൻ്റെ സ്പെഷ്യലായിട്ട് ബാൽക്കണിയാണ്. മിക്ക ബെഡ് സ്പേസിലും ബാൽക്കണി കിട്ടൽ കുറച്ച് കുറവാണ്. അപ്പോൾ ബാൽക്കണിയും കൂടിയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ഉണങ്ങാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ എത്ര പേർക്ക് ഡ്രസ്സ് ഉണക്കാണ്ടെങ്കിലും ഇവിടെ ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത്രയും വലിയ ബാൽക്കണിയാണ് വരുന്നത്. ഇതാ ഈ തല മുതൽ ആ തല വരെ ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യേണ്ടവർക്ക് ഫോൺ ചെയ്യുക. അതുപോലെ ഡ്രസ്സ് ഉണക്കേണ്ടിയവർക്ക് ഇവിടുന്ന് ഡ്രസ്സ് ഉണക്കുക. അവിടെ പോയി ഇരുന്ന് ഫോൺ ചെയ്യേണ്ടവർക്ക് ഫോൺ ചെയ്യുക. അപ്പോൾ അത്ര നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. 2 ടോയ്ലറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ടോയ്ലറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. കിച്ചൺ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഡൈനിങ് ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഒരു ടോയ്ലറ്റ് വരുന്നത്. ഒരു ടോയ്ലറ്റ് അതാ വരുന്നത്. ഇത് 2 ടോയ്ലറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവിടെ സോപ്പ് വെക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണാടി ഉണ്ട്. ബേസിനുണ്ട്. ഇതാണ് വേറെ റൂം വരുന്നത്. ഇവിടും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ് സ്പേസ് ആണ്. ഇവിടെ നമസ്കരിക്കേണ്ടവർക്ക് അവിടെ നിന്ന് നമസ്കരിക്കാം. സെപ്പറേറ്റ് ഷെൽഫും കാര്യങ്ങളും ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമും കൂടി ഉണ്ട്. അതും കൂടി കാണാം നമുക്ക്. ഇവിടെയാണ് അടുത്ത റൂം വരുന്നത്. ഇതും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബെഡ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കുറച്ച് ബെഡ് സ്പേസും കൂടി ഇവിടെ അവൈലബിൾ ഉള്ളൂ. ഇത് വരുന്നത് ബർദുബായ് ആണ്. ബർദുബായ് ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെയും ഷെർഫ് ഡി ജി മെട്രോ സ്റ്റേഷൻ്റെയും ഇടയിലായിട്ട് വരും. അതുപോലെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. എടുത്തു പറയേണ്ടത് സൂപ്പർ മാർക്കറ്റ്, അതുപോലെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ആരാമുണ്ട്, മറ്റു റെസ്റ്റോറൻറ്റ്, കഫ്തീരിയ, അതുപോലെ തന്നെ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഈ നമ്പറേക്ക് വിളിച്ചോ. പിന്നെ എടുത്തു പറയേണ്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു ഫെസിലിറ്റിയിൽ. ഈ ഒരു ക്ലീനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സ് അവൈലബിൾ ഉണ്ട്. നമ്മളൊന്നും അറിയണ്ട, മെസ്സ് ഫുഡ് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ആൾ വരികയാണ്. അതും ഉച്ചക്കും രാത്രിയാണ്. ഉച്ചക്കത്തുള്ള രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്ക് അപ്പം തന്നെ നല്ല ഫ്രഷ് ഫുഡ് കിട്ടിയിട്ട് അതും പാർസലാക്കി നമുക്ക് പോവാം. അപ്പോൾ വേഗം വിളിച്ചോ ഈ നമ്പറിലേക്ക്. ഓക്കെ, ബൈ.